എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ അടുത്ത് കുറേ പേര് ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. ബ്രഹ്മമുഹൂർത്തം വിളക്ക്. ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക്? പേഴ്സണലി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് പല ആൾക്കാരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. പല ഫോംസ് ഉണ്ട്, പല ട്രഡീഷൻസിനും അതിൽ പല വേയ്സ് ഉണ്ട്, പല കൾച്ചറൽ ഡിഫറൻസസും അതിനുണ്ട്. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്നുള്ള പേര് വന്നത് ഇപ്പോഴാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് പണ്ട് തൊട്ടേ നമ്മൾ ചെയ്യുന്നതാണ്. പണ്ട് തൊട്ടേ നമ്മുടെ കൾച്ചറിലും ഉള്ളതാണ്. അത് മാനിഫെസ്റ്റേഷനും ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും സിമ്പിളും ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാനിഫെസ്റ്റേഷൻ ആണ് ഇന്ന് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ബ്രഹ്മമുഹൂർത്തം? സ്പിരിച്വലി പറയുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ആ ഈശ്വര ചിന്തനത്തിലുള്ള മുഹൂർത്തം. അതെല്ലാ മുഹൂർത്തവും ഒരു സ്പിരിച്വൽ സാധകനെ സംബന്ധിച്ച് ബ്രഹ്മനെ ചിന്തിക്കാനുള്ള, പരബ്രഹ്മത്തിനെ ചിന്തിക്കാനുള്ള മുഹൂർത്തമാണ്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂറും 36 മിനിറ്റും മുമ്പുള്ള മുഹൂർത്തമാണ്, സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഫോർ എക്സാമ്പിൾ 6 മണിക്കാണ് നിങ്ങളുടെ നാട്ടിലെ സൂര്യോദയം എന്ന് വിചാരിക്കും. നിങ്ങളുടെ നാടെന്ന് ഞാൻ പറയുമ്പോൾ പല കൺട്രിയിൽ ജീവിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടാവും, അതനുസരിച്ചാണ്. അപ്പോൾ 6 മണിക്കാണ് നിങ്ങളുടെ സൺറൈസ് സമയമെങ്കിൽ അതിൻ്റെ 1 മണിക്കൂർ 36 മിനിറ്റ് മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 4 മണി 26 മിനിറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? 4 മണി 24 മിനിറ്റ്. അപ്പോൾ 4 മണി 24 മിനിറ്റാണ്. ആ സമയം തൊട്ടാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. എത്രയാണ് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ദൈർഘ്യം? 48 മിനിറ്റാണ്. അപ്പോൾ 4 മണി 24 മിനിറ്റ് പ്ലസ് 48, 5 മണി 12 മിനിറ്റ് വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 6 മണിക്കാണ് സൂര്യോദയമെങ്കിൽ അപ്പോൾ എത്രയാണോ സൂര്യോദയം അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നോക്കി കൃത്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്ത് എണീക്കുക എന്നുള്ളതാണ്. ഏകദേശം നമുക്കറിയാൻ പറ്റും സൂര്യോദയ സമയം എപ്പോഴാണോ, ഏകദേശം ഈ 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പ് ഒന്ന് എഴുന്നേൽക്കുക. ബാക്കിയുള്ള സമയവും നല്ലതാണ്. 48 മിനിറ്റ് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, ബാക്കിയുള്ള സമയവും വളരെ ശുഭകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. അപ്പോൾ നിങ്ങൾ 6 മണിക്കാണ് ഉദയമെങ്കിൽ 4 മണി 24 മിനിറ്റിന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുക. പ്രശ്നം തീർന്നില്ലേ? എഴുന്നേറ്റതിന് ശേഷം നമ്മളിതൊരു ആഗ്രഹം, നമുക്കൊരുപാട് ബ്ലോഗ്സും ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും പല ആഗ്രഹങ്ങളും നടക്കാത്തവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ അതനുസരിച്ച് കിടക്കുകയും വേണം. ചില ആൾക്കാർ 11 മണി അല്ലെങ്കിൽ ചില ആൾക്കാർ 1 മണിക്കൊക്കെ കിടന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ നിൽക്കരുത്. അതിനനുസരിച്ച് കിടക്കുകയും വേണം. നേരത്തെ കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം നമ്മൾ നല്ല ആരോഗ്യസ്ഥിതി അനുസരിച്ച് തണുത്ത വെള്ളത്തിലോ ഇളം ചൂടുവെള്ളത്തിലോ കുളിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാം. ആരോഗ്യ പ്രശ്നം ഉള്ളവർ ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നം എന്താ പറയുക, ഒരു കുളിക്കാൻ പാടില്ലാത്തുള്ള ആരോഗ്യ പ്രശ്നം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലും മുഖവും കഴുകാം. മനസ്സിലായോ? അങ്ങനെ കുളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കുളിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വളരെ നല്ലൊരു സ്പേസിലേക്ക് വരിക. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് പൂജാ റൂമായിരിക്കും, ചില ആൾക്കാർക്ക് ടെറസായിരിക്കും. ഏതാണോ നമുക്ക് കൂടുതലും ദൈവവുമായിട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ, മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്ന ഒരിടം, അവിടേക്ക് വരിക. അവിടേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരു വിളക്ക്, ഈ വിളക്ക് ബ്രാസ് കൊണ്ടോ
അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ ഉണ്ടാക്കിയതായിരിക്കണം. ബ്രാസ് കൊണ്ടുള്ള സാധാരണ വിളക്കില്ലേ നമ്മുടെ നിലവിളക്ക്, ആ നിലവിളക്ക്. അല്ലാതെ 5 എണ്ണം തന്നെ വെക്കണമെന്നൊന്നുമില്ല. അതാരോ എഴുതി അവർ എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ 5 എണ്ണം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 എണ്ണം വെക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു വിളക്കിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ബ്രാസ് വിളക്കെടുക്കുക, അല്ലെങ്കിൽ ഒരു മൺവിളക്കെടുക്കുക. ഈ മൺവിളക്ക് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ബ്രാസ് വിളക്ക് എടുത്തതിന് ശേഷം തിരിയെല്ലാം വെക്കുക, നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കത്തിക്കുന്ന സമയത്ത്, വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹം മനസ്സിൽ വെക്കുക. ആ ആഗ്രഹം സർവേശ്വരൻ സാധിച്ചു തന്നതിന് നന്ദി, ഇങ്ങനെ പറയാം. ഞാൻ എല്ലാ സമയം പറയുന്ന എക്സാമ്പിൾ പോലെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മാറ്റാം, എല്ലാ ദിവസമേയും ഞാൻ വീട് വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആൾക്കാർ പറയുന്നത് സാറിന് അത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് വളരെ നല്ലൊരു ജോലി കിട്ടിയതിന് നന്ദി. എനിക്ക് വളരെ നല്ലൊരു ജോലി നല്ല ശമ്പളത്തോടു കൂടി കിട്ടിയതിന് നന്ദി എന്നുള്ള ഭാവത്തിൽ വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? കണ്ണുകൾ അടച്ചവിടെ ഇരിക്കാം. കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ കുറച്ച് നേരം ദീർഘശ്വാസം എടുത്ത് വിട്ടിരിക്കാം. അതായത് ശ്വാസത്തിനെ ശ്രദ്ധിക്കുക. ദീർഘശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കുടലുമെല്ലാം പുറത്തേക്ക് വരുന്ന രീതിയിൽ ചില ആൾക്കാർ ശ്വാസം എടുക്കും. ഇങ്ങനെയല്ല, വളരെ സാവധാനം വയറിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇൻഹെയിൽ, എക്സെയിൽ, വളരെ സാവധാനം, വളരെ സ്ലോയിലും വളരെ ഡീപ്പിലും. അല്ലാതെ വളരെ നമ്മൾ ചാവാൻ പോകുന്ന വെപ്രാളത്തിൽ എടുക്കുന്ന പോലെ അല്ല. മനസ്സിലായല്ലേ? അന്ത്യശ്വാസമല്ല, ദീർഘശ്വാസം എടുക്കുക. കുറച്ച് നേരം എടുക്കുമ്പോൾ മനസ്സൊന്ന് ശാന്തമാവും. ഈ ശാന്തമാവുന്ന സമയത്ത് നമ്മളുടെ ഈ ആഗ്രഹം, ഈ ജോലി കിട്ടുന്നത്, ഞാൻ എക്സാമ്പിൾ, ഓക്കെ, എല്ലാവരും ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ എന്താണോ അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഫീൽ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. എത്ര ക്ലിയറും എത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാമോ അത്രയും നല്ലതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വിളക്ക് വെക്കുന്നത് വേണമെങ്കിൽ പൂജാമുറിയിൽ വെക്കാം. നിങ്ങൾക്ക് ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ വിളക്കിലോ വിളക്കിൻ്റെ ചുറ്റിൽ പൂ ഇടുന്നതിലോ ഒന്നുമില്ല കാര്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ വിളക്ക് നെയ് വിളക്കായിരിക്കണം. നെയ് വിളക്കാണ് ഏറ്റവും നല്ലത്. നെയ് വിളക്കിൽ വെക്കുക, കണ്ണുകളടച്ച് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി നമുക്കത് കിട്ടി. വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും അത് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലോ കരച്ചിലോ ഒന്നും വെച്ചിട്ടല്ല പ്രാർത്ഥിക്കേണ്ട. വളരെ ആ ഒരു ഫീലോട് കൂടി നടന്നു കഴിഞ്ഞു. നമുക്ക് ആ സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവരണം, ശരീരത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളുടെ ഓരോ കോശങ്ങളും ആ സന്തോഷത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യണം. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. ആദ്യം പ്രപഞ്ചനാഥനോട് നന്ദി പറയുക, പിന്നെ യൂണിവേഴ്സൽ എനർജീസിനോട് നന്ദി പറയുക. പ്രപഞ്ചത്തിനും ഒരു പവറുണ്ട് അല്ലേ? അതേപോലെ സർവചരാചരങ്ങൾക്കും നന്ദി പറയുക. ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ജീവനുള്ളതും അല്ലാത്തതും എല്ലാത്തിനോടും നന്ദി. മാതാപിതാക്കളോട് നന്ദി, എല്ലാവരോടും നന്ദി പറയുക. നന്ദി പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. കുറച്ച് നേരം സൈലൻ്റായിട്ട്, ഒന്നും ചെയ്യാതെ കുറച്ച് നേരം സൈലൻ്റായിട്ടിരിക്കുക. ഇത് നിങ്ങൾ എത്ര ദിവസം ചെയ്യണം? ഇത് നിങ്ങൾ ഒരു 48 ദിവസം ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 48 മിനിറ്റ്. 48 ദിവസം നിങ്ങളിത് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. മനസ്സിലായില്ലേ? നടക്കാനുള്ള ചാൻസ് അല്ല, നടക്കാതിരിക്കാനുള്ള, അതായത് നടക്കും എന്നാണ് അർത്ഥം. ആഗ്രഹങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം പ്രവൃത്തിയൂടെ വേണം. പ്രവൃത്തിയും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുക? പ്രവൃത്തി പ്ലസ് വിഷ്വലൈസേഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. അങ്ങനെയാണ് എന്ന് കരുതി വയസ്സായിട്ടുള്ള അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാന്നല്ല. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞതല്ലാതെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൈവത്തിനെ ഒരുപാട് ഭജിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് ആ സമയം, ആ വിളക്ക് കത്തിക്കുന്ന സമയം, ആ വിഷ്വലൈസേഷന് മുമ്പ്, വിഷ്വലൈസേഷന് മുമ്പ് നമ്മൾ ബ്രീത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ബ്രീത് ചെയ്ത് ആ ബ്രെത്ത് ഒന്ന് കാമാവും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ഇരിക്കത്തില്ലേ, ഇരിക്കുന്ന സമയത്ത് നമുക്ക് നാമം ജപിക്കാം. ഇപ്പോൾ ശ്രീരാമൻ്റെ ഭക്തയാണെന്ന് വിചാരിച്ച ഒരാൾ ഇപ്പോൾ രാമ 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 എന്ന് ജപിക്കാം. എന്താണോ നിങ്ങളുടെ മതപരമായിട്ടുള്ള മന്ത്രം അവിടെ ജപിക്കാം. ഒരുപാട് മന്ത്രം ജപിക്കുക, ഒറ്റ മന്ത്രം മാത്രമേ ജപിക്കാവുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം മാത്രമേ ജപിക്കാവുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. കാരണം കുറേ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞതുകൊണ്ട് തിരിഞ്ഞു പോരുത്. അപ്പോൾ ഇത് 48 ദിവസം എല്ലാ ദിവസവും എഴുന്നേറ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാവും. നിങ്ങൾക്ക് അടഞ്ഞു കിടന്നിരുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടും. അതിൽ സംശയമില്ല. അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് പോകും. അത് പുറത്തേക്ക് പോകും മീൻസ് നെഗറ്റീവായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ജീവിതത്തിലുള്ളത് അത് നമുക്ക് പോസിറ്റീവായിട്ട് വരും. ഈ തടസ്സങ്ങളെല്ലാം പോസിറ്റീവായി മാറും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തി ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇത് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇത് വർക്കാവില്ല. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുക. ഇതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക്. ഇത് നിങ്ങൾക്ക് 5 വിളക്ക് വെച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ 5 വിളക്ക് വെച്ച് ചെയ്യാം. 15 വിളക്ക് വെക്കണമെങ്കിലും വെക്കാം. ഒരു വിളക്കിൻ്റെ ആവശ്യമുള്ള സത്യത്തിൽ. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൻ്റെ പുറത്ത് പൂ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും യാതൊരു ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസപരമായിട്ടുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനൊന്നും തെറ്റില്ല, എല്ലാം നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. 48 ദിവസം. ഒരാഗ്രഹം മാത്രമായിരിക്കണം എല്ലാ ദിവസവും പറയേണ്ടത്. അല്ലാതെ ഇന്ന് ഒരാഗ്രഹം നാളെ രണ്ടാമത്തെ ആഗ്രഹം അങ്ങനെ പറഞ്ഞാൽ വെക്കാവില്ല. ഒരാഗ്രഹം മാത്രം 48 ദിവസം ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എന്താഗ്രഹവും നിങ്ങൾക്ക് ഇതിനകത്ത് പറയാം. പിന്നൊരു കാര്യം, നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയതല്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് മെസ്സേജ്, സാർ എനിക്ക് എന്താ പറയുക, ആർത്രൈറ്റിസ് ആണ്, ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് മാറും. ഒരിക്കലും മാറില്ല. നമ്മളുടേതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ എങ്ങനെയാണോ പ്രവൃത്തി, ഞാൻ പറയാറില്ലേ ഹാർഡ് വർക്ക് എന്നുള്ളത് പറയാറില്ലേ, ഹാർഡ് വർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്, അസുഖത്തിന് എന്താണ് പ്രവൃത്തി, മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനെയുള്ള കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും മരുന്നിനോ അല്ലാതെ ട്രീറ്റ്മെൻറ്റിനോ ഒന്നും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഇങ്ങനെയുള്ള യാതൊരു കാര്യവും. അത് നിങ്ങൾ ഒരു തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള പല ഫ്രീ ക്ലാസ്സസും ആ കമ്മ്യൂണിറ്റിയിൽ വെക്കും. ആ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.